കാര്യമുണ്ടടാ. കാര്യമൊക്കെ പിന്നെ പറയാം. എനിക്ക് തരാനുള്ള കാശിന്റെ കാര്യം എന്തായി? സ്വന്തം സഹോദരനെ കണ്ടപ്പോ കാശിന്റെ കാര്യം മാത്രമേ നിനക്ക് ഓർമ്മ വന്നുള്ളൂ? ഏട്ടനെ കണ്ടല്ല അനിയനും പഠിക്കുന്നത്. സ്വന്തം അച്ഛനമ്മമാരുടെയും വന്ദനേച്ചിയുടെയും കാര്യം വന്നപ്പോ ചേട്ടന് പണം തന്നെ ആയിരുന്നല്ലോ മുഖ്യം, അല്ലാതെ രക്തബന്ധമൊന്നും ആയിരുന്നില്ലല്ലോ. എന്താ ശരിയല്ലേ? ജയിലിലായ സ്വന്തം സഹോദരിയെ രക്ഷിക്കാൻ ഞാൻ എന്നാൽ കഴിയുന്നതൊക്കെ ചെയ്തു. ഏട്ടൻ എന്തെങ്കിലും ചെയ്തോ? ഒന്ന് തിരിഞ്ഞെങ്കിലും നോക്കിയോ? വന്ദനയെ സഹായിക്കാൻ രാഷ്ട്രീയക്കാരായ ജഗനും കുറുപ്പ് സാറൊക്കെ ഉണ്ട്. എന്റെ അവസ്ഥ അതല്ലല്ലോ. വന്ദനയെ സഹായിക്കാൻ പോയി കേസിലെങ്ങാനും അകപ്പെട്ടു പോയാല് അകത്ത് കിടക്കാനേ പറ്റൂ. സഹായിക്കാനേ ഒരു പട്ടിയും വരില്ല. സ്വന്തം ഭാര്യയായ ഹരിതയുടെ കാര്യത്തില് നിനക്കൊരു വേവലാതിയുടെ ആവശ്യമില്ല. പക്ഷേ സുചിത്രയെയും ഗോകുലിനെയും സംരക്ഷിക്കേണ്ട ചുമതല എനിക്കാണ്. അങ്ങനെ കുറെ പല ന്യായങ്ങളും ഏട്ടന് പറയാൻ കാണും. അതൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് തരാനുള്ള പണത്തിന്റെ കാര്യമാണ് എനിക്കറിയേണ്ടത്. അത് പറയാനടാ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി തന്നെ. അമ്മയുടെ കോവിലകത്തുനിന്ന് നമുക്ക് കിട്ടാനുള്ള ന്യായമായ അവകാശം ചോദിച്ചു വാങ്ങാൻ അശോക് വർമ്മയുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു. എന്നിട്ട് ഒരു വിധത്തിലെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി അവകാശം ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നാലേ തട്ടിക്കളയുന്ന അയാളുടെ ഭീഷണി. അയാൾ അങ്ങനെ പറഞ്ഞു. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. മറ്റൊരു പ്രധാന കാര്യ എനിക്ക് നിന്നോട് പറയാനുള്ളത്. നമ്മൾ എവിടെയാ നിൽക്കുന്നതെന്ന് നിനക്കറിയോ? ഇതാരുടെയോ വർക്ക്ഷോപ്പല്ലേ? ആരുടെയോ വർക്ക്ഷോപ്പല്ല, നമ്മുടെ അച്ഛന്റെ സ്വന്തം വർക്ക്ഷോപ്പാ. മാത്രമല്ല ആ വർക്ക്ഷോപ്പിരിക്കുന്ന സ്ഥലവും അച്ഛന്റെ പേരിൽ സ്വന്തമായി കഴിഞ്ഞു. പോടാ, കാൽ കാശിന് പോക്കില്ലാത്ത അച്ഛൻ എങ്ങനെയാടാ വർക്ക്ഷോപ്പും പറമ്പൊക്കെ സ്വന്തമാക്കുന്നത്? ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിക്കണം. അച്ഛന്റെ കൂട്ടുകാരനായ സോമൻ പണം കടം കൊടുത്ത് സഹായിച്ചതാ. വർക്ക്ഷോപ്പിനും വസ്തുവിനും വളരെ തുച്ഛമായ തുകയായിട്ടുള്ളൂ. കൂട്ടുകാരനായ സോമൻ സഹായിച്ചത് വഴി ലക്ഷങ്ങളുടെ ലാഭ അച്ഛന് കൈവന്നിരിക്കുന്നത്. മാധവനും ചന്ദ്രിക ഇപ്പൊ തെണ്ടികളല്ല. സ്വന്തമായി സ്വപ്ന വീടുണ്ടാക്കാൻ പണം കുന്നുകൂട്ടി വെക്കുന്ന സമ്പന്നരാണെന്ന് ചുരുക്കം. ദൈവമേ, തെണ്ടി തിരിഞ്ഞ് തെരുവി കിടന്ന് അവസാനിക്കുമെന്ന് കരുതിയവരാ. ഇവർക്കെന്താ ശുക്രൻ തെളിഞ്ഞോ? ഇത് പറയാനാണോ നേരം വെളുക്കുന്നതിന് മുമ്പ് രണ്ടും കൂടി ഓടി പിടിച്ച് ഇങ്ങോട്ട് വന്നത്? എടാ, ഇതൊക്കെ കൊണ്ട് എനിക്കെന്താടാ നേട്ടം? നിനക്ക് മാത്രമല്ല, നമുക്ക് 3 പേർക്കും നേട്ടമുണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. വയസ്സുകാലത്ത് അച്ഛൻ വർക്ക്ഷോപ്പ് പണിയൊക്കെ എടുത്ത് കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ഇനി സ്വന്തമായിട്ടൊരു വീട് വെക്കേണ്ട കാര്യമില്ല. അവര് തിരിച്ചു വന്ന് എന്റെ മനോജിന്റെ വീടുകളിലെ മാറി മാറി താമസിച്ച പോരെ. എന്നിട്ട് വർക്ക്ഷോപ്പിരിക്കുന്ന വസ്തു മക്കളായ നമ്മൾ 3 പേർക്കും എഴുതിത്തരണം. ആ ലക്ഷ്യം സാധിച്ചെടുക്കാൻ നമ്മൾ 3 പേരും ഒരുമിച്ച് നിൽക്കണം. എന്തു പറയുന്നു? അതാണോ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? അതെ. എന്നാലേ അത് നടക്കാൻ പോകുന്നില്ല. അച്ഛനെ ചതിച്ച് ലക്ഷങ്ങൾ ഊറ്റിയെടുത്തവരല്ലേടാ നിങ്ങൾ രണ്ടുപേരും. ചില്ലി പൈസ പോലും അച്ഛനെ വഹിച്ചിട്ട് ഞാൻ നേടിയിട്ടില്ല. അതുകൊണ്ട് വർക്ക്ഷോപ്പും സ്ഥലവും എന്റെ പേരിൽ മാത്രമായിട്ട് വ്യവസ്ഥ ചെയ്യണം. നീ അതെ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഞങ്ങൾ ആൺമക്കൾക്കാ അച്ഛന്റെ സ്വത്തിൽ കൂടുതൽ അവകാശം. അതങ്ങ് ജാമ്പവാന്റെ കാലത്ത്. ഇപ്പോഴേ നിയമങ്ങളൊക്കെ മാറി. സ്വത്തില് പെൺമക്കൾക്കും തുല്യ അവകാശമുണ്ട്. വർക്ക്ഷോപ്പ് വസ്തു വസന്തയ്ക്ക്. നിർത്തണേ. വസന്ത ഒറ്റത്തന്തയ്ക്ക് പിറന്നവളാണെങ്കിൽ വസ്തു വസന്ത ഒറ്റയ്ക്ക് നേടിയിരിക്കും. പറഞ്ഞേ.
കൊള്ളാം. കൂടപ്പുറപ്പിൽ ഒരാൾ അകത്ത് കിടക്കുമ്പോഴേ ഉടമ്പടി വ്യവസ്ഥയെ ചൊല്ലി സഹോദരങ്ങൾ തമ്മിലടിക്കുന്നു. അതും തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു തുണ്ട് ഭൂമിയെ ചൊല്ലി. ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട കുടുംബമാണ് മാധവന്റെ കുടുംബം എന്ന് പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. ഈ കുടുംബത്തിന്റെ ഭാഗമാവേണ്ടി വന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു. വിക്രം പറഞ്ഞത് എത്രയോ ശരിയാ. സ്വന്തം സഹോദരി വർഷയെ കാണാതെ ഇത്രയും നാളും കഴിഞ്ഞിട്ടും വന്ദന ഒഴികെ വേറെ ആരെങ്കിലും അവിടെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? വർഷയെ ചൊല്ലി വസന്തേച്ചി ഒരു തുള്ളി കണ്ണീര് പോലും വീഴ്ത്തിയിട്ടുണ്ടോ? സ്വന്തം മാതാപിതാക്കൾക്ക് അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളത്തിന് വഴി തുറന്നപ്പോ അതും ഇല്ലാതാക്കാൻ നടക്കുന്ന നിങ്ങളെ നിങ്ങളെ വിശേഷിപ്പിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. വാ മോളെ.